ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളിൽ ഒരുപാട് പേർക്ക് കണക്റ്റ് ആവും. എന്താണെന്നല്ലേ പറയാം. നിങ്ങൾ ജോലി ചെയ്യുന്നത് ഒരു ടോക്സിക് ആയിട്ടുള്ള ഓഫീസിലാണെങ്കിൽ നിങ്ങൾ ശരിക്കും അവിടെ പണിയെടുക്കുകയല്ല, പകരം ഒരു യുദ്ധക്കളത്തിൽ എങ്ങനെയൊക്കെയോ ജീവനോടെ പിടിച്ചിരിക്കാൻ വേണ്ടി പെടാപ്പാട് പെടുകയാണ്. നിങ്ങളുടെ കൂടെയുള്ളവരുടെ ആ ഒരു മൈൻഡ് ഗെയിം നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ പതുക്കെ പതുക്കെ നിങ്ങളുടെ ആത്മവിശ്വാസവും പിന്നെ മനസ്സിൻ്റെ സമാധാനവും ഒടുവിൽ നിങ്ങളുടെ കരിയർ വരെ ഇല്ലാതായി പോകും. നിങ്ങൾ കഷ്ടപ്പെട്ട് ചെയ്ത പണിയുടെ ക്രെഡിറ്റ് മൊത്തം അടിച്ചുകൊണ്ട് പോകുന്ന ആ ഒരു ബോസ് ഉണ്ടല്ലോ, പുള്ളി ഒരു കടുപ്പക്കാരനായതുകൊണ്ട് ചെയ്യുന്നതല്ല അത്. നിങ്ങളെ എപ്പോഴും കൺട്രോളിൽ നിർത്താൻ വേണ്ടി പ്ലാൻ ചെയ്തെടുക്കുന്ന അടവാണ് കടുപ്പം. നിങ്ങളുടെ മുന്നിൽ ചങ്കായി അഭിനയിച്ചിട്ട് പിന്നിൽ ചെന്ന് കുറ്റം പറയുന്ന അല്ലെങ്കിൽ പാര വയ്ക്കുന്ന ആ കൂടെയുള്ള സഹപ്രവർത്തനം ഉണ്ടല്ലോ, അതിന് സൈക്കോളജിയിൽ ട്രയാങ്കുലേഷൻ എന്നാണ് പറയുക. അതായത് കൂടെയുള്ളവർ തമ്മിൽ അടിയുണ്ടാക്കിയിട്ട് അതിനിടയിലൂടെ സ്വന്തം കാര്യം സാധിച്ചെടുക്കുന്ന സൈലൻ്റ് കളി. പലപ്പോഴും ഇതുവരെ ഒരു ഈഗോയുടെ പ്രശ്നം മാത്രമല്ല, ഇതൊരു ഒന്നാന്തരം മാനസിക ചൂഷണമാണ്. സങ്കടകരമായ സത്യം എന്താണെന്ന് വെച്ചാൽ ഈ വക കളികളെ എങ്ങനെ തിരിച്ചറിയണമെന്ന് നമ്മളെ ആരും എവിടെയും പഠിപ്പിച്ചു തന്നിട്ടില്ല. പകരം നമ്മളെ തന്നെ കുറ്റപ്പെടുത്താൻ തുടങ്ങും. ഞാൻ വെറുതെ ഓവറായി ചിന്തിക്കുന്നതാണോ, ഇനി എൻ്റെ ഭാഗത്താണ് തെറ്റ്, എനിക്കിതിനുള്ള കപ്പാസിറ്റി ഇല്ലേ എന്നൊക്കെ നമ്മൾ സ്വയം സംശയിക്കും. പക്ഷേ ഇന്ന് മുതൽ ആ കളി അങ്ങ് മാറാൻ പോവുകയാണ്. ഓഫീസിലെ ഇത്തരം ടോക്സിക് ആളുകൾ എങ്ങനെയാണ് പ്ലാൻ ചെയ്ത് കളിക്കുന്നതെന്നും ഇവന്മാരുടെ അല്ലെങ്കിൽ ഇവളുമാരുടെ ഈ സ്വഭാവത്തിന് നിങ്ങളുടെ കപ്പാസിറ്റിയുമായി ഒരു ബന്ധവുമില്ലെന്നും ഈ വീഡിയോയിലൂടെ ഞാൻ കാണിച്ചു തരാം. ഒപ്പം ഫുൾ കൂളായി പ്രൊഫഷണലായി കാര്യങ്ങൾ കൺട്രോൾ ചെയ്ത് സ്വന്തം തല എങ്ങനെ രക്ഷിക്കാമെന്നതിനും ചില കിടിലൻ ട്രിക്കുകൾ ഞാൻ പറഞ്ഞുതരാം. വീഡിയോ അവസാനം വരെ കാണുക. കാരണം ജോലി സ്ഥലത്ത് എന്ത് പ്രശ്നം വന്നാലും പണി വന്നാലും സ്വന്തം സീറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പവർഫുൾ ഐറ്റം വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നുണ്ട്. മിസ്സാവാതെ കാണുക. നമ്മളൊക്കെ വരുത്തി വയ്ക്കുന്ന ഒന്നാമത്തെ തെറ്റെന്താണെന്ന് വെച്ചാൽ, ഓഫീസിൽ നമ്മളോട് വിയോജിപ്പ് കാണിക്കുന്ന അല്ലെങ്കിൽ പെരുമാറ്റത്തിൽ കുറച്ച് കടുപ്പമുള്ള എല്ലാവരും ടോക്സിക് ആണെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ സത്യം അതല്ല. ചിലപ്പോൾ അവർ വലിയ മാനസിക സമ്മർദ്ദത്തിലായിരിക്കും, സ്ട്രെസ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ ജോലിഭാരം കൊണ്ട് ആകെ പ്രാന്തായിരിക്കുകയായിരിക്കും. അതും അല്ലെങ്കിൽ അവർക്ക് കാര്യങ്ങൾ കൃത്യമായി സംസാരിച്ച് ഫലിപ്പിക്കാൻ അറിയാത്തത് കൊണ്ടാകാം. എന്നാൽ ഈ ടോക്സിക് ആളുകൾ അങ്ങനെയല്ല. അവർ ഒരേ മോശം സ്വഭാവം വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഇതിൽ ഏറ്റവും സാധാരണയായി കാണുന്ന ഒരു പരിപാടിയാണ് നമ്മുടെ പണിയുടെ ക്രെഡിറ്റ് അടിച്ചുകൊണ്ട് പോകുന്നത്. ഇത് ക്രെഡിറ്റ് ടേക്കർ അനുഭവമല്ലേ? നിങ്ങൾ കഷ്ടപ്പെട്ട് പണിയെടുക്കും, എന്തെങ്കിലും ഒരു വലിയ സെയിൽ കൊണ്ടുവരും, അല്ലെങ്കിൽ വലിയൊരു പ്രശ്നം സോൾവ് ചെയ്യും. അതും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇന്നോവേറ്റീവായ ഒരു ഐഡിയ കൊണ്ടുവരും, ഒരു കാര്യം കൊണ്ടുവരും. എന്നിട്ട് പെട്ടെന്ന് മീറ്റിംഗ് നടക്കുമ്പോൾ ഇതാ വരുന്നു കൂടെയുള്ള മറ്റൊരുത്തൻ അത് അവൻ്റെ സ്വന്തം ഐഡിയ ആണെന്ന് മറ്റുള്ള എല്ലാവരുടെയും മുന്നിൽ പ്രസൻറ്റ് ചെയ്യും. ഇത് രണ്ടാമത്തെ മെയിൻ പാറ്റേൺ ആണ് ഗ്യാസ് ലൈറ്റിങ്. നടന്നൊരു കാര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ സംസാരിച്ച ഒരു സംഭാഷണത്തെക്കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായ ഓർമ്മയുണ്ടാവും. പക്ഷേ പിന്നീട് അവരൊന്ന് നിങ്ങളോട് പറയും, ഇങ്ങനെ പറയും, ഞാനങ്ങനെ ഒരിക്കലും പറഞ്ഞിട്ടില്ലല്ലോ, നിങ്ങൾക്ക് വെറുതെ തോന്നുന്നതാടാ, നീ എന്തെങ്കിലും ഓവർ സെൻസിറ്റീവ് ആവുന്നത്. നിങ്ങൾ പറഞ്ഞത് തെറ്റാണെന്ന് തെളിയിക്കുകയല്ല അവരുടെ ലക്ഷ്യം. പകരം നിങ്ങളുടെ സ്വന്തം ഓർമ്മശക്തിയെക്കുറിച്ച് നിങ്ങൾക്ക് തന്നെ ഒരു സംശയം ഉണ്ടാക്കുക എന്നാണ്. കാരണം നിങ്ങളെ തന്നെ വിശ്വസിക്കുന്നത് എപ്പോൾ നിർത്തുന്നോ അന്ന് നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ അവർക്ക് വളരെ എളുപ്പമായിരിക്കും. പിന്നെ കാണുന്ന മറ്റു ഐറ്റമാണ് ഈ ട്രയാങ്കുലേഷൻ. നിങ്ങളോട് നേരിട്ട് വന്ന് സംസാരിക്കുന്നതിന് പകരം അവരിതിലേക്ക് മൂന്നാമതൊരാളെ കൂടി വലിച്ചിടും. ഇപ്പോൾ വേറൊരു സ്റ്റാഫിൻ്റെ പേര് പറഞ്ഞിട്ട് പറയും, നിന്നെക്കുറിച്ച് അവൻ അല്ലെങ്കിൽ അവൾ അവിടെ എന്താ പറഞ്ഞതെന്ന് എനിക്കറിയോ, നിന്നെപ്പറ്റി എല്ലാവരും നെഗറ്റീവാണ് പറയുന്നത് കേട്ടോ. ഇത് സത്യമാണോ കള്ളമാണോ എന്നത് അവിടെ ഒരു വിഷയമേ അല്ല. നിങ്ങളാകെ കൺഫ്യൂഷൻ എടുപ്പിക്കുക, മറ്റുള്ളവരിൽ നിങ്ങളെ ഒറ്റപ്പെടുത്തുക, ഐസൊലേറ്റ് ചെയ്യുക, നിങ്ങളുടെ ഇടയിൽ പരസ്പര വിശ്വാസം ഇല്ലാതാക്കുക. ഇത് മാത്രമാണ് ഇവന്മാരുടെ മെയിൻ അജണ്ട. ഇവിടെ നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. മാനസികമായി ആരോഗ്യവാനായ ഒരു നല്ല മനുഷ്യൻ എപ്പോഴും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നോക്കും. എന്നാൽ മറ്റുള്ളവരിട്ട് കളിപ്പിക്കുന്ന ഈ വില്ലന്മാർ എപ്പോഴും പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. കൂടെയുള്ളവന്മാരുടെ ഈ ഒരു കളി കൃത്യമായി തിരിച്ചറിയുക എന്നാണ് സ്വന്തം തല പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒന്നാമത്തെ സ്റ്റെപ്പ്. ഇനി നമുക്ക് മറ്റുള്ളവരിട്ട് കളിപ്പിക്കുന്ന ഇത്തരം ആളുകളെ നേരിടാൻ പറ്റിയ ഏറ്റവും പവർഫുള്ളായ ഒരു സൈക്കോളജിക്കൽ ട്രിക്കിനെ കുറിച്ച് സംസാരിക്കാം. ഇതിൻ്റെ പേരാണ് ഗ്രേ റോക്ക് മെത്തേഡ്, അല്ലെങ്കിൽ കരിങ്കല്ല് തന്ത്രം എന്ന് പറയാം. നിങ്ങൾ റോഡരിയിൽ കിടക്കുന്ന ഒരു സാധാരണ കരിങ്കല്ലിനോട് പോയി വഴക്കിടാൻ നോക്കിയാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതിൽ നിന്ന് ഒരു റിയാക്ഷനും ഉണ്ടായില്ല, അല്ലേ? ഒരു ഇമോഷൻ ഡ്രാമയും ഉണ്ടായില്ല. നിങ്ങളുടെ ദേഷ്യത്തിന് തീ പകരാൻ അതിനൊട്ടും കഴിയില്ല. നിങ്ങൾ എത്ര ഒച്ചയിട്ടാലും അതിനടുത്തുനിന്ന് ഒരു റെസ്പോൺസും കിട്ടില്ല. ഒടുവിൽ മടുത്ത് നിങ്ങൾ തന്നെ കളി നിർത്തും, ആ വഴക്ക് നിർത്തും, അല്ലേ? കൃത്യമായി ഇതേ കാരണങ്ങൾ കൊണ്ടാണ് ഈ വിദ്യ ഓഫീസിലും വർക്കാവുന്നത്. കാരണം ഇത്തരം ടോക്സിക് ആളുകളിൽ ഭൂരിഭാഗവും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയല്ല നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്, പകരം നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ചില വൈകാരിക പ്രതികരണങ്ങൾ, ഇമോഷണൽ റിയാക്ഷൻസ് കാണാൻ വേണ്ടിയാണ്. നിങ്ങൾ എപ്പോഴൊക്കെ അവരോട് തർക്കിച്ച് സ്വയം ന്യായീകരിക്കാൻ നോക്കുന്നുവോ അപ്പോഴൊക്കെ കളിയുടെ കൺട്രോൾ അവരുടെ കൈകളിലേക്ക് പോകും. നിങ്ങൾ എപ്പോഴൊക്കെ ദേഷ്യം കൊണ്ട് നിയന്ത്രണം വിടുന്നുവോ അപ്പോഴൊക്കെ തങ്ങൾ ജയിച്ചു എന്ന് അവർക്കുള്ളിൽ തോന്നും. എന്നാൽ ഈ കരിങ്കല്ല് തന്ത്രം നിങ്ങളെടുത്ത് പ്രയോഗിച്ചാൽ പിന്നെ അവരുടെ കളി അവിടെ വില പോവില്ല.
അവരോട് മാനസികമായി റിയാക്ട് ചെയ്യുന്നതിന് പകരം പക്ക പ്രൊഫഷണലായി മാത്രം മറുപടി നൽകുക. എനിക്ക് മനസ്സിലായി, ഞാൻ ഒന്നുകൂടി നോക്കിക്കോളാം, നിങ്ങളുടെ ഫീഡ്ബാക്കിന് നന്ദി, ഞാനത് കാര്യമായിട്ട് എടുത്തോളാം. വളരെ ചെറുത്, തികച്ചും സാധാരണമായ ഭാവം, കൂള്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയേ, ഇത്തരം മറുപടികൾ കേട്ടാൽ അവർക്ക് വീണ്ടും ഒരു തർക്കത്തിന് വരാൻ ഒട്ടും സ്കോപ്പില്ല. അവരുടെ ഉള്ളിൽ കുശുമ്പിന് വളമിടാൻ ആവശ്യമായ യാതൊരു ഇമോഷണൽ വൈബും ഇതിലൂടെ അവർക്ക് കിട്ടുകയില്ല. വളരെ സൈലൻ്റായി ആ ഒരു സംഭാഷണം അവിടെ അവസാനിക്കും. ഇതിൻ്റെ അർത്ഥം നിങ്ങൾ ഒന്നിനും കൊള്ളാത്തൊരു പാവമായി മാറിപ്പോകണമെന്നല്ല കേട്ടോ. പകരം നിങ്ങളുടെ ഇമോഷൻസിനെ ഇത് കൃത്യമായി കൺട്രോൾ ചെയ്യാൻ പഠിച്ചു, ഇമോഷണലി ഡിസിപ്ലിൻഡ് ആയി എന്നാണ്. ജീവിതത്തിലെ ഏറ്റവും വലിയ ആത്മവിശ്വാസം എന്ന് പറയുന്നത് മറ്റവൻ്റെ മുഖത്തടിക്കുന്ന പോലുള്ള തഗ് ഡയലോഗുകൾ പറയുന്നതല്ല, മറിച്ച് അവർ നമ്മുടെ ഭാഗത്തു നിന്നും കാണാൻ ആഗ്രഹിക്കുന്ന ആ ഒരു റിയാക്ഷൻ അവർക്ക് കൊടുക്കില്ല എന്ന് നമ്മൾ സ്വയം തീരുമാനിക്കുന്നതിനാണ്. അവിടെയാണ് യഥാർത്ഥ മാസിരിക്കുന്നത്. ഇനി നമുക്ക് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റിയ ശക്തമായ ചില പരിചകളും ഷീൽഡ് ഉണ്ടാക്കിയെടുക്കാം. അതിൽ ഒന്നാമത്തെ ഷീൽഡാണ് ഡോക്യുമെൻറ്റേഷൻ. നിങ്ങളുടെ കരിയർ തന്നെ രക്ഷിക്കാൻ പോകുന്ന വളരെ ലളിതമായൊരു ശീലമാണിത്. ഓഫീസിൽ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട ചർച്ചയോ മീറ്റിങ്ങോ കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു ചെറിയ ഫോളോ അപ്പ് ഇമെയിൽ അയക്കുക. ഇന്നത്തെ നമ്മുടെ ചർച്ചയിൽ തീരുമാനിച്ച കാര്യങ്ങൾ ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയാണ് ഇമെയിൽ. വളരെ വ്യക്തം, പക്ക പ്രൊഫഷണൽ. പിന്നീട് എപ്പോഴെങ്കിലും ആ ഒരു കാര്യങ്ങൾ വളച്ചൊടിക്കാൻ നോക്കിയാൽ നിങ്ങളുടെ കയ്യിൽ ക്ലിയർ ആയിട്ട് തെളിവുകളുണ്ടാവും. ഇനി രണ്ടാമത്തെ ഷീൽഡാണ് അതിർവരമ്പുകൾ, ബൗണ്ടറീസ് വയ്ക്കുക. മറ്റുള്ളവരോട് വേണ്ട എന്ന് പറഞ്ഞാൽ താനൊരു സപ്പോർട്ട് ചെയ്യാത്ത ആളാണെന്ന് അവർ വിചാരിക്കുമെന്നും പലരും പേടിക്കാറുണ്ട്. പക്ഷേ എന്തിനും ഏതിനും എപ്പോഴും ശരി അല്ലെങ്കിൽ യെസ് എന്ന് മുഴുകൊണ്ടിരുന്നാൽ ഒടുവിൽ നിങ്ങളുടെ സമാധാനം മൊത്തം പോകും. അതുകൊണ്ട് എനിക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് പരിക്കനായി പറയുന്നതിന് പകരം ഇങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കൂ, ഇപ്പം ഞാൻ ഇപ്പോൾ ഈ പ്രധാനപ്പെട്ട പണികളിലാണ് ഫോക്കസ് ചെയ്യുന്നത്, ഇതിലേത് കാര്യമാണ് ഞാൻ ആദ്യം തീർക്കേണ്ടത് എന്നൊന്ന് പറയാമോ? നിങ്ങളുടെ പണി ചെയ്യില്ല എന്ന് പറയുകയല്ല ചെയ്യുന്നത്, പകരം കാര്യങ്ങളിൽ ഒരു വ്യക്തത ചോദിക്കുകയാണ്. ഇതാണ് യഥാർത്ഥ പ്രൊഫഷണലിസം. പിന്നെ അവസാനത്തെ കാര്യം, ഓഫീസിന് പുറത്ത് നിങ്ങൾക്കായി നല്ലൊരു ജീവിതം ഉണ്ടാക്കിയെടുക്കുക. ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠം ഇതായിരിക്കും. നിങ്ങളുടെ ഐഡൻറ്റിറ്റി ഓഫീസിലെ ആ ഒരു കസേരയിൽ മാത്രമാണെങ്കിലും അവിടെ ആരെന്ത് കുറ്റം പറഞ്ഞാലും അത് നിങ്ങളുടെ നെഞ്ചത്ത് വന്ന് തറയ്ക്കും. ഓരോ ടോക്സിക് ബോസും നിങ്ങളുടെ വിലയില്ലാതാക്കുന്ന വലിയൊരു ഭീഷണിയായി നിങ്ങൾക്ക് തോന്നും. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു കുടുംബം, അല്ലെങ്കിൽ നല്ല കുറേ സുഹൃത്തുക്കൾ, വ്യായാമം, പുതിയ അറിവുകൾ, പ്രാർത്ഥന, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സ് തുറന്ന് ആസ്വദിക്കുന്ന ചില ഹോബികളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഓഫീസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം മാത്രമായിട്ട് മാറും. നിങ്ങളുടെ ജീവിതം മൊത്തം അതല്ല എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും, അല്ലേ? അവിടെയാണ് മാനസികമായ ആ ഒരു കരുത്ത്, ഇമോഷണൽ റെസിലിയൻസ് തുടങ്ങുന്നത്. ഈ വീഡിയോയിൽ നിന്നും നിങ്ങൾ എപ്പോഴും ഓർത്തു വയ്ക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരൊറ്റ കാര്യമുണ്ട്. നിങ്ങളുടെ ഓഫീസിൽ കൂടെ ജോലി ചെയ്യേണ്ടി വരുന്ന ആളുകൾ എങ്ങനെയുള്ളവരായിരിക്കണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല, അല്ലേ? പക്ഷേ നിങ്ങളുടെ മനസ്സിൻ്റെ സമാധാനം നശിപ്പിക്കാൻ അവന്മാർക്ക് എത്രത്തോളം അധികാരം കൊടുക്കണമെന്ന് കൃത്യമായി നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റും. ഈ രംഗത്ത് ഏറ്റവും പവർഫുള്ളായ പ്രൊഫഷണൽ എന്ന് പറയുന്നത് എപ്പോഴും ഓഫീസിൽ കിടന്ന് ബഹളം വെക്കുന്നവരോ അല്ലെങ്കിൽ ശബ്ദം ഉണ്ടാക്കുന്നവരോ ഒന്നുമല്ല, മറിച്ച് ഏറ്റവും ശാന്തമായി കാര്യങ്ങൾ ഫേസ് ചെയ്യുന്നവരാണ്. കൂടെയുള്ളവൻ്റെ കുതന്ത്രങ്ങളും അല്ലെങ്കിൽ മാനിപ്പുലേഷൻസും കൃത്യമായി മനസ്സിലാക്കുകയും അതിലൊന്നും പോയി തല വെച്ച് കൊടുക്കാതിരിക്കും ചെയ്യുന്നവരാണ് യഥാർത്ഥ ബുദ്ധിമാന്മാർ. നിങ്ങളുടെ പേര് ചീത്തയാകാതെ നോക്കുക, നിങ്ങളുടെ അതിർവരമ്പുകൾ, ബൗണ്ടറീസ് കാത്തു സൂക്ഷിക്കുക. സ്വന്തം മാനസികാരോഗ്യം ജീവൻ കൊടുത്തും പ്രൊട്ടക്റ്റ് ചെയ്യുക. കാരണം ഈ ലോകത്തെ ഒരു പ്രൊമോഷനും ഒരു വലിയ ശമ്പള പാക്കേജും വലിയൊരു പദവിയും നിങ്ങളുടെ സമാധാനവും ഐഡൻറ്റിറ്റിയും നശിപ്പിച്ചുകൊണ്ട് നേടിയെടുക്കാൻ മാത്രം വലിയ ഒന്നല്ല എന്ന് ഓർക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് തോന്നുകയാണെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ഇടുക, താഴെ പീസ് അറ്റ് വർക്ക് എന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതുപോലെ ടോക്സിക് ആയ ഒരു ഓഫീസിൽ കിടന്ന് കഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഒരു സുഹൃത്തിനെയോ സഹപ്രവർത്തകരെയോ നിങ്ങൾക്കറിയാമെങ്കിൽ ഈ വീഡിയോ അവർക്ക് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. നാളെ രാവിലെ വീണ്ടും ആ ഓഫീസിലേക്ക് നടന്നു കയറുന്നതിന് മുമ്പ് അവർക്ക് മാനസികമായി വലിയൊരു കരുത്ത് നൽകാൻ ചിലപ്പോൾ ഒരൊറ്റ ഷെയർ സഹായിച്ചേക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.